പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളർത്തുപിതാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് പരാമർശിച്ചിരിക്കുന്ന ഔസേപ്പിതാവിൻ്റെ ഒരു ചിത്രമാണ് ഔസേപ്പിതാവ് ഉറങ്ങുന്ന ഒരു രൂപം. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മുരിങ്ങൂരായിരിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകരെല്ലാവരും ചേർന്ന് അവിടെ കുറച്ച് പഴയ മരങ്ങളൊക്കെ കൊണ്ട് ഒരു നല്ല ഒരു ഗ്രോട്ടോയുടെ അടുത്ത് നല്ലൊരു ചെറിയ വീടുണ്ടാക്കി. ആരോ കൊണ്ടുവന്ന് നൽകിയ ഒരു 7 അടി നീളമുള്ള ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഞങ്ങൾ ആ വീട്ടിൽ വച്ചു. ഔസേപ്പിതാവിൻ്റെ പണിശാല, ഔസേപ്പിതാവിൻ്റെ വീട്, അങ്ങനെ അത് ക്രമീകരിച്ചു. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ധ്യാനകേന്ദ്രമൊക്കെ അടച്ചു. ഒരു ദിവസം വൈകുന്നേരം, ഇപ്പോൾ കോവിഡിനൊക്കെ ഒരു കുറവുണ്ട് എങ്കിലും യാത്രയൊക്കെ ചെയ്യാം, എങ്കിലും കോവിഡുണ്ട്, ധ്യാനകേന്ദ്രങ്ങൾ തുറന്നിട്ടില്ല. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ആ ഗ്രോട്ടോയുടെ ഓപ്പോസിറ്റ് ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിൽ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ചിലർ അവിടെ വരും. അപ്പോൾ അടുത്ത് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരമ്മയും 2 കുഞ്ഞുങ്ങളും അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഒരു കുട്ടി ആൺകുട്ടിയാണ്, ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സംസാരിക്കും. ഇവൻ ഈ പിള്ളേർ ചില ചോദ്യമൊക്കെ ചോദിക്കുമല്ലോ, ഇവൻ ഈ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഇവൻ ഒച്ചത്തിലാണ് ചോദിക്കുന്നത്. അമ്മ വാ പൊത്തിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അമ്മയുടെ കൈ തട്ടിമാറ്റിയിട്ട് ഇവൻ ചോദിച്ചു, മമ്മി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ വല്യപ്പനിവിടെ കിടന്നുറങ്ങുകയാണ്, ഇത്തവണ വന്നപ്പോഴും ഈ വല്യപ്പൻ കിടന്നുറങ്ങുന്നു, ഈ വല്യപ്പന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? ഞാൻ പുറകിലിരുന്ന് ഈ ചോദ്യം കേൾക്കുന്നുണ്ട്. എങ്ങനെ ഈ അമ്മ റിയാക്ട് ചെയ്യും, എങ്ങനെ ഈ അമ്മ മറുപടി നൽകും? ഞാൻ ചിന്തിച്ചു. അമ്മ ആ കുട്ടിയുടെ ബാലിശമായ ചോദ്യം എന്ന രീതിയിൽ അമ്മയ്ക്ക് തട്ടിമാറ്റാം. പക്ഷേ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ സഹോദരി ചെയ്ത കാര്യം, കുട്ടിയുടെ ചെവിയുടെ അടുത്ത് തൻ്റെ മുഖം വരാൻ പാകത്തിന് അവിടെ അവൾ മുട്ടുകുത്തി. എന്നിട്ട് ആ ഔസേപ്പിതാവിൻ്റെ ഫേസിലേക്ക് ആ അമ്മ വിരൽ ചൂണ്ടി. അമ്മ ഇങ്ങനെ കുഞ്ഞിനോട് ചോദിച്ചു, ആ മുഖത്തേക്ക് നോക്കിക്കേ, എന്ത് കാണുന്നു? അവൻ ചാടി ഉത്തരം പറഞ്ഞു, ചിരിച്ചുകൊണ്ട് ആ അപ്പാപ്പൻ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഈ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു, വലിയൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഉറങ്ങുന്നു. ആ കുട്ടിയുടെ അടുത്ത ചോദ്യം, വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാ മമ്മി ചിരിച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നത്? ആ മമ്മിയുടെ അടുത്ത ഉത്തരം, ആ അപ്പൻ്റെ അടുത്ത് ദൈവം ഉണ്ട്. എനിക്കതുവരെയും തോന്നാത്തൊരിഷ്ടം അന്ന് ഉറങ്ങുന്ന ഔസേപ്പിതാവിനോട് തോന്നി, വായിക്കണമെന്ന് തോന്നി. ഞാൻ വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ഒരു കാര്യമുണ്ട്. ആ ഉറക്കത്തെ ചില ഗ്രന്ഥകർത്താക്കൾ വിളിക്കുന്നത് ഇറ്റ് ഈസ് സൈൻ ഓഫ് ഗ്രേസ് എന്നാണ്. കൃപയുടെ അടയാളം. പ്രിയപ്പെട്ടവരെ,
വചനം പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. കൃപ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കൃപ നിറഞ്ഞവൾ. പക്ഷേ ജോസഫിൻ്റെ ജീവിതത്തിൽ ആ വചനം എങ്ങും കേൾക്കുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ കണ്ണു നിറയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഉണ്ണീശോ ഭയപ്പാട് കൂടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, കൃപയുടെ ഈ മനുഷ്യനടുത്തുണ്ട്. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മുടെ കുടുംബം പോകുന്നു. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, 1 കൊരിന്തോസ് 15:10, ഞാനല്ല കൃപയാണ് അധ്വാനിച്ചത്. വീണ്ടും 2 കൊരിന്തോസ് 12:9, നിനക്കെൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എന്താ കൃപ? കൃപ എന്നാൽ എന്താ? ഇറ്റ് ഈസ് ഗോഡ്സ് ഫേവർ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടം. അതിൻ്റെ കീഴിലാണ് ജോസഫ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഒരു വചനം നമ്മൾ കാണും, ലൂക്കായുടെ സുവിശേഷം 2:14, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അപ്പോ കൃപയുള്ള ജീവിതമാവുക. ജോസഫ് കൃപയ്ക്ക് പ്രാധാന്യം കൊടുത്തു. നമ്മൾ കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഞാനല്ല അധ്വാനിച്ചത്, കൃപയാണ് അധ്വാനിച്ചത്. കൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ നമ്മൾ? പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഴുതുന്ന ലേഖനങ്ങളൊന്ന് പഠിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:7, 1 കൊരിന്തോസ് 1:3, 2 കൊരിന്തോസ് 1:8, ഗലാത്യ 1:3, എഫേസോസ് 1:2, ഫിലിപ്പിയർ 1:2, കൊളോസോസ് 1:2, 1 തെസ്സലോനിയൻസ് 1 തെസ്സലോനിയ 1:1, 2 തെസ്സലോനിയ 1:2, 1 തിമോത്തി 1:2, 2 തിമോത്തി 1:2, തീത്തോസ് 1:4, ഫിലമോൻ 1:3. ഈ വചനങ്ങളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ എഴുതിയ 9 ലേഖനങ്ങളും ആരംഭിക്കുന്ന വചനമാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും. ഇതാണ് ഞാൻ പറഞ്ഞ വചനങ്ങളെല്ലാം. റോമ 1:7 മുതൽ നമ്മൾ പൗലോസ്ലീഹ എഴുതിയ എല്ലാ ലേഖനങ്ങളുടെയും ആദ്യത്തെ 4 വചനങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് യേശുക്രിസ്തുവിൻ്റെ കൃപ സമാധാനം. എന്താർത്ഥം? കൃപയും സമാധാനവും ഒരുമിച്ച് പോകുന്ന ഒന്നാണ്. ഇന്ന് ഒരുപാട് പേരുടെ സങ്കടം, സമാധാനമില്ല, ഉറക്കമില്ല. പല കാര്യത്തെ ഓർക്കുമ്പോൾ സമാധാനമില്ല, ഉറക്കമില്ല. ഇവിടെയാണ് നമ്മൾ ഈ മനുഷ്യനെ ധ്യാനിക്കേണ്ടത്. കൃപയും സമാധാനവും. പ്രിയപ്പെട്ടവരെ, കൃപയുള്ള ജീവിതമാവുക. ഏത് സാഹചര്യത്തിലും കൃപയുള്ളവരുടെ പ്രത്യേകത എന്താ അറിയാവോ? ഏത് സാഹചര്യത്തിലും അവർ സന്തോഷത്തോടെ നേരിടും. ഏത് സാഹചര്യത്തിലും അവർക്ക് സന്തോഷത്തോടെ നേരിടാൻ സാധിക്കും. അതാണ് കൃപ ഉള്ള ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് സാഹചര്യത്തെയും നന്മയാക്കാൻ പറ്റും. അതാണ് കൃപയുള്ള ജീവിതം. അപ്പോൾ ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നത്, പരിശുദ്ധ അമ്മ കൃപയുള്ളവളായിരുന്നു. നമ്മൾ ഓർത്ത് നോക്കിക്കേ, കൃപയുള്ളവരുടെ പ്രത്യേകത എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക. യേശു ജനിച്ച സാഹചര്യം, ഒരു കാലിത്തൊഴുത്ത്, ചാണകത്തിൻ്റെ ഗന്ധം, വൈക്കോലിൻ്റെ ചൂര്, അങ്ങേയറ്റം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരന്തരീക്ഷം, അങ്ങേയറ്റം ആർക്കും ഇഷ്ടപ്പെടാത്തൊരന്തരീക്ഷം. പക്ഷേ കൃപയുള്ള 2 പേരവിടെ കയറി നിന്നു. കൃപയുള്ള ജോസഫും കൃപയുള്ള മറിയവും അവിടെ കയറി നിന്നു.
ഇറ്റ് ഈസ് നോട്ട് എ കംഫർട്ടബിൾ സിറ്റുവേഷൻ. അതൊരു സുരക്ഷിതമായ ഒരു കംഫർട്ടബിൾ സോൺ അല്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പശു തൊഴുത്ത്, ചാണകം, വൈക്കോല്, നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം. കൃപയുള്ളവർ അവിടെ കയറി നിന്നു. അപ്പം എന്ത് സംഭവിച്ചു? സംഭവിച്ച കാര്യവിധ അവിടെ രാജാക്കന്മാർ, ജ്ഞാനികൾ വന്ന് മുട്ടുകുത്തി. രാജകൊട്ടാരം വിട്ട് അവർ കാലിത്തൊഴുത്തിൽ വന്ന് മുട്ടുകുത്തി. കാരണം അവിടെ കൃപയുള്ളവർ നിന്നു. കൃപയുള്ളവർക്ക് ഏത് സ്ഥലവും രാജകൊട്ടാരമാക്കാൻ പറ്റും. ഏത് കനൽ വീണ വഴികളെയും രാജപാതയാക്കാൻ പറ്റും. ഏത് പ്രശ്നങ്ങളെയും അനുഗ്രഹമാക്കാൻ പറ്റും. കൃപ ഉണ്ട് എങ്കിൽ. ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാ, ഞാൻ അച്ഛനാവുന്നതിനൊക്കെ മുമ്പ് ഞങ്ങൾ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഈ ഇടവകയിൽ സഹായിക്കാൻ പോകും. അപ്പോൾ ആ ഇടവകയിൽ ഒരു കൈക്കാരൻ, ഈ ചേട്ടനാണ് എന്നെ ഇടയ്ക്ക് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ കാറുമായിട്ട് അല്ലെങ്കിൽ ബൈക്കുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ വീട്ടിൽ 3 ആണുങ്ങളാണ്. ഈ ചേട്ടൻ മൂത്തതാണ്. ഈ ചേട്ടൻ കൈക്കാരനാണ്. ഏറ്റവും ഇളയാൾ അവിടുത്തെ യൂത്തിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾ കാറ്റഗിസത്തിൻ്റെ ഒക്കെ ചെയ്യുന്നു. അങ്ങേറ്റം പള്ളിയോട് ചേർന്ന് നിൽക്കുന്നൊരു കുടുംബം. ഇവർക്കൊരു ബിസിനസ് സ്ഥാപനമാണുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഒരു ജോലിയായി. മൂന്നാമത്തെ ആൾ പഠനമൊക്കെ കഴിഞ്ഞു, പഠനത്തിൻ്റെ മേഖലയിലാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ ചേട്ടനോട് പറയുക, ചേട്ടാ, ഞാൻ കുറച്ച് നാളായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇത്രയും പള്ളിയോടൊക്കെ ചേർന്ന് നിൽക്കുന്നൊരു കുടുംബം. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലച്ചാ, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാത്തവരായിരുന്നു ഞങ്ങൾ. അപ്പനായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്, ഒരു വലിയ പലചരക്ക് കടയാണ്. ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ അവിടെ കാണും. അപ്പൻ, അമ്മ, ഞങ്ങൾ. സ്റ്റാഫിനെ ഒന്ന് നിർത്തിയാല, ഭയങ്കര തിരക്കാണ്. ഞങ്ങളാ സാധനം കൊടുക്കുന്നത്. പച്ചക്കറി ഒരു സ്ഥലത്ത്, പലചരക്ക് കട ഒരു സ്ഥലത്ത്, അങ്ങനെ ഞങ്ങളാണ് സാധനം പോയി ഞാൻ എടുക്കും. അപ്പനും അമ്മയും അവിടെ നിൽക്കും. പിന്നെ ഞാനും വന്ന് കടയുടെ ഭാഗമാവും. ഞായറാഴ്ച പോലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകുകയില്ലായിരുന്നു. അപ്പനും അമ്മയും പോകും. അപ്പം ഞാൻ ചോദിച്ചു, എത്ര നാൾ മുമ്പ്? അച്ഛൻ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷമായി. ഈ 5 വർഷത്തെ മുമ്പത്തെ കാര്യം സംഭവിച്ചത് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് വേറെ കാര്യമൊന്നുമില്ല അച്ഛാ, ഞാൻ വിവാഹം കഴിച്ചതാണ് എല്ലാത്തിൻ്റെയും കാരണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ അതുവരെയും പള്ളിയിൽ പോകാതിരുന്ന നിങ്ങൾ പോയാൽ മനസ്സിലാക്കാം. നിങ്ങളുടെ അനിയന്മാർ, നിങ്ങളുടെ അപ്പൻ, അമ്മ എല്ലാവരും എല്ലാ ദിവസവും പോകുന്നത് എങ്ങനെ മനസ്സിലാക്കും? അച്ഛാ, സത്യം അതാണ്. ഞാൻ വിവാഹം കഴിച്ചു. അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നു. അവൾ പറഞ്ഞു, നമുക്ക് ജോലി ചെയ്യണം. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നത് അനുഗ്രഹമാകണമെങ്കിൽ നമ്മളുടെ ജോലി ഒരു ദൈവത്തോട് ചേർന്നാകണം. ഞാൻ ചോദിച്ചു, എന്നിട്ട് അവൾ എല്ലാ ദിവസവും രാവിലെ അവൾ ഡ്രൈവ് ചെയ്യും. പപ്പയെയും മമ്മിയെയും കൂട്ടി അവൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. അറിയാതെ ഞാൻ പോയി, അറിയാതെ അനിയന്മാർ പോയി. അച്ഛാ, ഇന്ന് ഒരു പക്ഷെ എല്ലാവരും നോക്കുമ്പോൾ ഈ ഇടവകയിൽ പള്ളിയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമില്ല, ഇത്രയും സന്തോഷമുള്ളൊരു കുടുംബമില്ല. അച്ഛാ, ഒരു 4 വർഷം മുമ്പ് വരെ ജോലിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നുവെന്ന് മാത്രമല്ല, ഒരു നിസ്സാര കുറവ് ഒരാളിൽ കാണുമ്പോൾ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കായിരുന്നു. അച്ഛാ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ തർക്കമില്ല. എല്ലാ ദിവസവും ഞങ്ങൾ ഈ പറയുന്ന 6 പേരും കുർബാനയ്ക്ക് പോകും. 6 പേരും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഒരു 5 വർഷം മുമ്പ് പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോകാത്തൊരു കുടുംബം, ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആധ്യാത്മികതയിലൊരു മാറ്റം, ആ കുടുംബത്തിൻ്റെ വിശ്വാസത്തിലൊരു മാറ്റം, ആ
ആ കുടുംബത്തിൻ്റെ ബന്ധങ്ങളിലൊരു മാറ്റം. ഇതാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കണ്ട. ഞാൻ കൃപയുള്ളതാകുമ്പോൾ, എൻ്റെ ജീവിതം കൃപയുള്ളതാകുമ്പോൾ, എൻ്റെ ജീവിതം ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ഞാൻ കൃപയിലേക്ക് വളരുമ്പോൾ എൻ്റെ ചുറ്റുപാടുകൾ ആ കൃപ സ്വീകരിച്ച് വളരാൻ തുടങ്ങും. ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ കൃപയിലേക്ക് വളരുക, ഞാൻ കൃപയുള്ള വ്യക്തിയായിട്ട് മാറുക. കൃപയുള്ള വ്യക്തികൾ എവിടെ ചെന്നാലും കൃപ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് നന്മയായിട്ട് മാറും. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളല്ല, കൃപയാണ് അധ്വാനിക്കേണ്ടത്. അപ്പോൾ ജോസഫിനെ അല്ലെങ്കിൽ പരിശുദ്ധമ്മയെ ഔസേപ്പിതാവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര തുടരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടത് ഈ ഒരു കൃപയാണ്. ഞാനല്ല അധ്വാനിക്കുന്നത്. ഇന്ന് നമുക്ക് അധ്വാന മേഖല ഒരുപാട് ടെൻഷനാവുകയാണ്. കുഞ്ഞുങ്ങളുടെ പഠന മേഖല ടെൻഷനാവുകയാണ്. ബന്ധങ്ങൾ പ്രശ്നമാവുകയാണ്. ഒറ്റക്കാരിയേ ഉള്ളൂ, കൃപ പ്രവർത്തിക്കണം. കൃപ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ എല്ലാം മാറ്റം ഉണ്ടാവും. കൃപയ്ക്ക് മാത്രമേ ഒരു പ്രശ്നത്തെ രക്ഷാകരമാക്കാൻ പറ്റൂ. കൃപയ്ക്ക് മാത്രമേ ഒരു പ്രശ്നത്തെ രക്ഷാകരമാക്കാൻ പറ്റൂ. അപ്പം കൃപയുണ്ടായിരുന്നു. നമ്മൾ ഓർത്ത് നോക്കണം, ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു. ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ആ വ്യക്തി കൃപ ഉണ്ട് എന്നതാണ്. ഉള്ളിൽ കൃപയുണ്ട്. ഏതൊരു പ്രശ്നത്തെയും ഏതൊരു കാര്യത്തെയും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കൃപ ആ വ്യക്തിയിലുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കൃപ നഷ്ടപ്പെടുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. കൃപയിൽ വളരാൻ ആദ്യം കൃപ നഷ്ടപ്പെടുന്ന വഴികളെ തിരിച്ചറിയുക. അത് ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 14 മുതൽ ഉള്ള വചനങ്ങളിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ശ്രദ്ധിക്കുക, ദൈവകൃപ നഷ്ടപ്പെടുന്ന 2 വഴികൾ. ഇവിടെയാണ് ജോസഫിനെ കുറച്ചുകൂടി നമ്മൾ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കും പിന്നീട്. ഒന്ന്, വിശുദ്ധി നഷ്ടപ്പെടുക. 2, വെറുപ്പിൻ്റെ വേര് വളരുക. കൃപ നഷ്ടപ്പെടും. ഒന്ന്, വിശുദ്ധി നഷ്ടപ്പെടുക. വിശുദ്ധി നമുക്കറിയാം, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ്. നമ്മൾ പിന്നീട് അതിലേക്കൊക്കെ വരും. വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കുക. വിശുദ്ധിയാണ് കൃപയുടെ ഒരു വഴി. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബനാഥന്, ഒരു കുടുംബനാഥയ്ക്ക്, മക്കൾക്ക് വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അവിടെ കൃപ നഷ്ടപ്പെടും. അവിടെ കൃപ പ്രവർത്തിക്കില്ല. അപ്പം ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്കറിയാം, നമ്മൾ കാണും, ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഒരുപാട് പേരെ കൊന്ന, ഒരു കഴുതയുടെ താടിയെല്ല് കയ്യിൽ പിടിച്ച് ഒരുപാട് പേരെ, ഒരു യുദ്ധം ജയിച്ച സാംസൺ. ഒരു പെണ്ണ് വന്നു, ദലീല എന്ന പെണ്ണ്, അവളുടെ മടിയിൽ പോയി കിടന്നു. എന്ന് സംഭവിച്ചു? 2 കണ്ണും ചൂഴ്ന്നെടുത്ത് അടുക്കളയുടെ പുറകുവശത്തിരുന്ന് മാവാട്ടുന്ന ജോലി ചെയ്യുന്ന സാംസനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരുപാട് കഴിവുള്ളവർ, പഠിക്കാൻ, നല്ല ഉയരങ്ങളിലെത്താൻ കഴിവുള്ളവർ നഷ്ടപ്പെടുത്തുന്നു. ആഗ്രഹിക്കാത്തിടങ്ങളിലേക്ക് പോകുന്നു. ദൈവം അനുവദിക്കാത്തിടങ്ങളിലേക്ക് പോകുന്നു. അവിടെയാണ് കൃപ നഷ്ടപ്പെടുന്നത്. അല്ലേ? അമ്മയുടെ ഉദരത്തിൽ വച്ചേ അവൻ നാസീർ വ്രതക്കാരനായിരുന്നു എന്ന് പറയുമ്പോൾ ആ സാംസൺ ദൈവം ആഗ്രഹിക്കാത്തൊരു സ്ഥലത്ത് ചെന്നു. ദൈവം ആഗ്രഹിക്കാത്തൊരു ബന്ധം ജീവിതത്തിൽ വന്നു. എന്ന് സംഭവിച്ചു?
അവിടെ നഷ്ടപ്പെട്ടത് കൃപയാണ്. കൃപ നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാ അത്രയും ശക്തനായ മനുഷ്യൻ അന്ധനായിട്ട് ഇതാ ഒരു അടുക്കളയുടെ പിന്നാം വശത്തിരുന്ന് മാവരയ്ക്കുന്ന ജോലി, വീട്ടുജോലി ചെയ്യുന്നു. ഇന്ന് ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. കൃപ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉയരങ്ങളിൽ നമുക്കൊരു പ്രശ്നത്തെ തരണം ചെയ്യാൻ പറ്റില്ല. കൃപയാണ് വിജയിപ്പിച്ചത്. അല്ല സാംസന്റെ കഴിവ് കൊണ്ടല്ല, ഒരു താടിയല് കൊണ്ട് അത്രയും ശത്രുക്കളെ പരാജയപ്പെടുത്തിയത്. അവിടെ കൃപയുണ്ടായിരുന്നു. കൃപയാണ്. കൃപ ഉള്ളവർ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആ പ്രശ്നം രക്ഷാകരമാകും. എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു, എൻ്റെ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടായി, മക്കളുടെ ജീവിതത്തിലൊരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂവിനെ കൃപയുള്ളവർ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഇഷ്യൂ മക്കളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ രക്ഷാകരമാകും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കൃപയുള്ളൊരു അപ്പനാണോ? ഞാൻ കൃപയുള്ളൊരു അമ്മയാണോ? എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ എങ്ങനെ കൃപ നഷ്ടപ്പെടുന്നു? നമ്മൾ ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നു, ദൈവം ആഗ്രഹിക്കാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു, ദൈവം ആഗ്രഹിക്കാത്തതിനെ എടുത്ത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. അതാണ് രണ്ട് കൃപ നഷ്ടപ്പെടുന്നത്. വെറുപ്പ്, വിദ്വേഷം, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ വിദ്വേഷം, വെറുപ്പ് വെച്ച് പുലർത്തുന്നു. എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, പ്രിയപ്പെട്ടവരെ, കൃപ നഷ്ടപ്പെടാനൊരു കാരണം വെറുപ്പാണ്. ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പ്, വിദ്വേഷമുണ്ട് എങ്കിൽ അത് കൃപ നഷ്ടപ്പെടുത്തും. കാരണം ബൈബിൾ എവിടെയെല്ലാം ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കൃപ ഉണ്ട് എങ്കിൽ മാത്രമേ ദൈവിക വാഗ്ദാനങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കുക. കൃപയില്ലെങ്കിൽ ദൈവിക വാഗ്ദാനങ്ങൾ നടക്കില്ല. ഒരു പ്രശ്നത്തെ സമീപിക്കുന്നു, ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, അവിടെ കൃപയുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ദൈവിക വാഗ്ദാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ഔസപിതാവിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മളോട് ഈ പിതാവ് പറയുന്നത്, സ്വർഗീയ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവകൃപ. ആ സ്വർഗീയ പിതാവിൻ്റെ ദൈവകൃപ പൂർണ്ണതയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ജോസഫ്. നമ്മൾ ജോസഫിനോട് പ്രാർത്ഥിക്കണം, ഈ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ. അശുദ്ധി വളർന്ന്, വെറുപ്പ് വളർന്ന് ഈ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. കൃപയിൽ വളരുമ്പോൾ ഏത് സാഹചര്യത്തെയും രക്ഷകരമാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ അപ്പൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കരങ്ങൾ കൂപ്പി ഭക്തിയോടെ ആയിരിക്കാം. രക്ഷാകര ചരിത്രത്തിൽ ഒരുപാട് പേരുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ ഒരുക്കിയ രക്ഷ നമ്മളെ ഓരോരുത്തരുടെയും അടുത്ത് ദൈവം എത്തിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായ ഒരു സംഭവം നമ്മൾ കാണും. ഉൽപ്പത്തി 21 ഹാഗാർ എന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് മരുഭൂമിയിൽ നിൽക്കുന്നു. ഒരു തുള്ളി വെള്ളത്തിനായി അവൾ മരുഭൂമി മുഴുവനും അന്വേഷിക്കുന്നു. തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം അവൾക്ക് കിട്ടുന്നില്ല. അവൾക്കൊരു കാര്യം മനസ്സിലായി, തൻ്റെ കുഞ്ഞ് മരിക്കും. അവൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ കിടത്തിയിട്ട് ഒരമ്പെയ്ത്ത് ദൂരെ മാറി നിൽക്കുന്നു. എന്തിനാണ് അവൾ മാറിയത്? അവൾ മാറിയത് ആ കുട്ടിയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ പാടില്ലേ. കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് അമ്മ മാറി. കുട്ടി കരയാൻ തുടങ്ങി. അടുത്ത വചനം, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അമ്മ മാറിപ്പോയി ആ കരച്ചിൽ കേൾക്കാൻ സാധിക്കാത്ത ദൂരത്തേക്ക്. എന്നാൽ അവിടെ ഒരു വചനം വരുന്നുണ്ട്, അമ്മ മറന്നാലും ഞാൻ മറക്കില്ല. ആ കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അടുത്ത വചനം, ദൈവം ഹാഗാറിനോട് പറഞ്ഞു, കുട്ടിയെ കയ്യിലെടുക്കുക. ദൈവം ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു. അവൾ ഒരു കിണർ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, കുറച്ചു മുമ്പ് ആ മരുഭൂമി മുഴുവനും അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത കിണർ ഇപ്പോൾ അവളുടെ കണ്ണിൽപ്പെട്ടു. ഏതാണ് ആ കിണർ? ആ കിണർ ഏശയ്യ 2:12 പറയും, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ കോരി കുടിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഒരുപാട് വേദനയും സങ്കടവുമായിട്ട് നമ്മൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഈശോയോട് നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. രക്ഷകനെ കാണാൻ പാകത്തിന്, രക്ഷ സ്വീകരിക്കാൻ പാകത്തിന് ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ. ഇതാ പ്രിയപ്പെട്ടവരെ, ലൂക്ക 24 നമ്മൾ കാണുന്നു, അവൻ അപ്പമെടുത്തുയർത്തിയപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അത്രയും നേരം കുരിശെന്നത് ശാപമായിട്ട്, കുരിശെന്നത് ദുരിതമായിട്ട് അവരെണ്ണിക്കൊണ്ട് നടക്കുകയായിരുന്നു. എന്നാൽ അപ്പമെടുത്തുയർത്തിയപ്പോൾ കണ്ണ് തുറന്നു. എന്തിനാണ് കണ്ണ് തുറന്നത്? ഇതാ കുരിശ് രക്ഷയാണെന്ന് തിരിച്ചറിയാൻ പാകത്തിന് കണ്ണു തുറന്നു. യേശു രക്ഷകനാണെന്ന് തിരിച്ചറിയാൻ പാകത്തിന് കണ്ണു തുറന്നു. യേശു കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാൻ പാകത്തിന് കണ്ണു തുറന്നു. ഈ തുറവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളുടെയും സകല മക്കളുടെയും കണ്ണുനീർ ഞങ്ങൾ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹാഗാറിനെ പോലെ മരുഭൂമിയിൽ നിൽക്കുന്ന, ഒരു ഉത്തരം കിട്ടാതെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന, ഒരു രോഗവും തകർച്ചയുമായിട്ട് ജീവിതത്തിന്റെ വഴിത്താരയിൽ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട് കർത്താവേ. അവരുടെ എല്ലാ കണ്ണുനീരിന്റെ യാഥാർത്ഥ്യങ്ങളെയും യേശുവേ ഞങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് കാണുന്ന ദൈവമേ, നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ കണ്ണുനീരിന്റെ കാരണങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണുനീരെന്നു മാറുമോ യേശുവേ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ യേശുവേ, രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ? വേദനകളിന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദനകളിന്നു തീരുമോ? വചനം ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഇറ്റ് ഈസ് നോട്ട് യുവർ എഫേർട്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് പറയുന്നത്, ഗ്രേസ് മീൻസ് ഇറ്റ് ഈസ് ഗോഡ്സ് ബെനവളൻസ്, ഗോഡ്സ് ഫേവർ ടു അൺവർത്തി. കുറവുകളുടെ മേലുള്ള ദൈവത്തിൻ്റെ വാത്സല്യവും ദൈവത്തിൻ്റെ പൊതിഞ്ഞു പിടിക്കലുമാണ് കൃപ. കുറവുകളുടെ മേലുള്ള ദൈവത്തിൻ്റെ പൊതിഞ്ഞു പിടിക്കലും വാത്സല്യവുമാണ്, ദൈവത്തിൻ്റെ അനന്ത സ്നേഹമാണ് കൃപ എന്ന് തോമസ് അക്വിനാസ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ മുള്ളു മാറിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. സഫിഷ്യൻറ്റ്, അത് മതി, ബാക്കിയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളിലും കുറവനുഭവിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കുറവുകളെയും നികത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് കൃപ എന്നത്. ആ കൃപയുണ്ടെങ്കിൽ എല്ലാ കുറവുകളും തരണം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ, മാലാഖമാർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഭൂമിയിൽ ദൈവകൃപ ഉള്ളവർക്ക് സമാധാനം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അസ്വസ്ഥപ്പെടുകയാണ്. സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം, സമാധാനമില്ലാത്ത ദാമ്പത്യ ജീവിതം, സമാധാനമില്ലാത്ത തൊഴിൽ മേഖല, ഒരുപാട് സ്ട്രെസ്സുള്ള തൊഴിൽ മേഖല. ഇന്ന് നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്ന, സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന, അത് മെഡിക്കൽ ഫീൽഡാകട്ടെ, IT ഫീൽഡാകട്ടെ, എൻജിനീയറിംഗ് ഫീൽഡാകട്ടെ, ഏത് ഫീൽഡാണെങ്കിലും, ബാങ്കിങ് മേഖലയാകട്ടെ, ഏത് ഫീൽഡിലും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, സ്ട്രെസ്സാണ് ഫാദർ, അസ്വസ്ഥതയാണ് ഫാദർ. പ്രിയപ്പെട്ടവരെ, ഇതാ നമുക്ക് കുറേ അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വസ്ഥതയില്ല. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വസ്ഥതയില്ല. എന്നാൽ വചനം പറയുന്നു, നിനക്ക് കൃപ മതി. അതുകൊണ്ടാണ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. ഈ കാലഘട്ടത്തിൽ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപത്തിനും ഭക്തിക്കും ഇത്ര വർധനവ് എവിടെ നിന്ന് കിട്ടുന്നു? കാരണം ഉറക്കം നഷ്ടപ്പെടുന്നൊരു ലോകത്തിൻ്റെ മധ്യത്തിൽ ഈ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുണ്ട്. ഉറക്കം നഷ്ടപ്പെടുന്ന, ഒരു പക്ഷേ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് എൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, എൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ശരിയാണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ്. നമ്മളെല്ലാവരും പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥരാണ്. പരിശുദ്ധം അസ്വസ്ഥപ്പെട്ടപ്പോൾ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ പരിശുദ്ധാത്മാവ് പറയുന്ന മറ്റൊരു വചനമുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. കൃപയുള്ളവർക്കേ അസ്വസ്ഥതകളെ രക്ഷാകരമാക്കാൻ പറ്റൂ, കൃപയുള്ളവർക്കേ അസ്വസ്ഥതയുടെ ചെങ്കടൽ കടക്കാൻ പറ്റൂ എന്ന് കൃത്യതയോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വർഗം. നമുക്ക് സമർപ്പിക്കാം, ദൈവമേ നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അതുകൊണ്ടാണ് ഈശോ ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും അധികമൊന്നും പറയാതെ അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവർക്കേ അത് മനസ്സിലാകൂ, കൃപയുള്ളവർക്കേ അത് മനസ്സിലാകൂ. ഒരു വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്, അത് കൃപയുണ്ട്.
അത് പറയുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ഒരു ചിത്രം തെളിയുന്നുണ്ട്. തകരാമായിരുന്നൊരു കുടുംബം, വിവാഹം നടക്കുന്നതിന് മുമ്പേ, വിവാഹാലോചന കഴിഞ്ഞപ്പോഴേ തകരാമായിരുന്നൊരു കുടുംബം ആണ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടേതും. പക്ഷേ അത് തകരാതെ തിരുക്കുടുംബമായെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, കൃപ. അതുകൊണ്ട് അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവർക്കേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. എൻ്റെ അപ്പനും അമ്മയ്ക്കും അത് മനസ്സിലാക്കാൻ പറ്റിയത് അവർ കൃപയുള്ളവരായിരുന്നു. നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തോട് ഈ വന്ധ്യപിതാവ്, ഈ വളർത്തുപിതാവ് പറഞ്ഞു വയ്ക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കൃപയുള്ളവർക്ക് മനസ്സിലാകും, കൃപയുള്ളവർക്ക് മനസ്സിലാകും. അത് മകൻ കൃത്യമായിട്ട് പറഞ്ഞു. ഈ അപ്പൻ്റെയും അമ്മയുടെയും ദാമ്പത്യത്തിൻ്റെ തണലിൽ വളർന്ന മകൻ കൃത്യമായിട്ട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. കൃപ ലഭിച്ചവർക്കേ അതൊക്കെ മനസ്സിലാകൂ, കൃപയുള്ളവർക്കേ അതൊക്കെ തരണം ചെയ്യാൻ പറ്റൂ. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും, ഞങ്ങളുടെ തൊഴിൽ മേഖലയുടെ അസ്വസ്ഥതകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയിലേക്ക് ഞങ്ങൾ വളർത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നമുക്ക് കരങ്ങൾ ദൈവസന്നിധിയിൽ അല്പം നീട്ടിപ്പിടിച്ച് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. മുഴുവനുമായിട്ട് ടോട്ടൽ സറണ്ടറിങ്, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മേലാണ് ദൈവകൃപ അത്ഭുതം ചെയ്യുന്നത്. നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി, നമ്മുടെ എക്സ്പീരിയൻസ് ഇതിലല്ല, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അവിടെ ദൈവകൃപ അത്ഭുതം ചെയ്യും. ഞാനിതാണ്, എനിക്ക് സാധ്യമല്ല, ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. മോശയോട് ദൈവം പറയുന്നുണ്ട്, മോശെ, നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം. മോശയോട് ദൈവം പറയുകയാണ്, നിന്നെ നല്ലതുപോലെ അറിയാം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മളായിരിക്കുന്നത് നമ്മളെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ കീഴിലാണ്. നമ്മളെ അറിയുന്ന
ഒരു ദൈവത്തിൻ്റെ അടുത്താണ് നമ്മളായിരിക്കുന്നത്. നിന്റെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ആ വചനം പറയുന്നത്? അത്രയും നിന്നെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം നമ്മുടെ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഏത് കാര്യത്തെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നുവോ ആ കാര്യത്തെ ദിവ്യകാരുണ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഏത് കാര്യത്തെ ഓർത്ത് ഞാൻ അസ്വസ്ഥപ്പെടുന്നുവോ അതിൻ്റെ മേൽ കൃപ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നമ്മളും ഒരു പ്രതിസന്ധിയുടെ രാത്രിയിലായിരിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് ചിന്തിക്കുന്നൊരു മുഹൂർത്തത്തിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ എവിടെ നിന്ന് പരിഹാരം വരും എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം എൻ്റെ കുടുംബം. പക്ഷേ കർത്താവേ, നിൻ്റെ കൃപയാൽ എന്നെ പൊതിഞ്ഞു പിടിക്കണേ. പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ കൃപയാൽ സകലതിനെയും നന്മയാക്കണേ. പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. യേശുവേ, എൻ്റെ മനസ്സ് ഭാരപ്പെടുന്നതാണ്. യേശുവേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ സാഹചര്യം. യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ കൃപയില്ലാതെ ഒരടി മുമ്പോട്ട് പോകാൻ പറ്റാതെ, നിന്റെ കൃപയില്ലാതെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ, നിന്റെ കൃപയില്ലാതെ ഒന്ന് നടക്കാൻ സാധിക്കാതെ ഞാൻ നിൽക്കുന്നു. യേശുവേ, എന്നെ അറിയുന്ന ദൈവമേ, എന്നെ പൂർണ്ണമായിട്ടും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. കരങ്ങൾ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഉയർത്താം. കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ ഉയർത്തുമ്പോൾ പൗലോസ് ശ്ലീഹായോട് പറഞ്ഞ വചനം, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. നിനക്ക് എൻ്റെ കൃപ മതി. ഇത് മതി നിനക്ക്. ഇത് മതി നിന്റെ ഈ പ്രശ്നം തരണം ചെയ്യാൻ. ഇത് മതി നീ രക്ഷപ്പെടാൻ. ഇത് മതി നീ സന്തോഷിക്കാൻ. ഇത് മതി നീ ഈ കടൽ കടക്കാൻ. ഈശോയെ, ഞാൻ തിരിച്ചറിയുന്നു. യേശുവേ, നിന്റെ കൃപയാൽ എന്നെ നടത്തണമേ. നിന്റെ കൃപയാൽ എന്നെ വഴി നടത്തണമേ. നിന്റെ കൃപയാൽ എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. നമുക്ക് കരങ്ങൾ കൂപ്പാം. ഒരു പക്ഷേ ഈ ആരാധനയുടെ മുമ്പിൽ വല്ലാതെ സങ്കടപ്പെടുന്ന ചിലവരുണ്ട്. ഒത്തിരി നാളായി ഒരു പരീക്ഷ എഴുതുന്നു, ലോണ്ടെടുത്ത് പോലും പരീക്ഷകൾ എഴുതുന്നു. പക്ഷേ ഒരു നല്ല റിസൾട്ട്, പ്രതീക്ഷിക്കുന്നൊരു റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം.
പഠിച്ചു കഴിഞ്ഞ് ആ മേഖലയിൽ ഒരു ജോലി ഇതുവരെയും സാധ്യമായിട്ടില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നവരുണ്ടാകാം. എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബത്തിൽ ഒരു ഉയർച്ച കാണുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. ഈ സ്ഥലമൊന്ന് വിറ്റിരുന്നെങ്കിൽ കടബാധ്യതയൊന്ന് മാറുമായിരുന്നു ചിന്തിക്കുന്നവരുണ്ടാകാം. ഇനി ഏത് വഴി തുറക്കപ്പെടും, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? നിന്റെ കഴിവുകൾ, സാധ്യതകളെല്ലാം മങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ ഈശോ മകനെ, മകളെ നിന്നോട് പറയുന്നു, നിനക്കെൻ്റെ കൃപ മതി. ഒരുപക്ഷെ ഞാനൊന്ന് വിദേശത്ത് പോയിട്ട് വേണം എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ. അതായിരുന്നു എൻ്റെ സ്വപ്നം. ഇങ്ങനെ പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നുണ്ട്. അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കൂ. ഏത് കാര്യത്തെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നുവോ ആ കാര്യത്തെ ഇപ്പോൾ യേശു ആശീർവദിക്കുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ കുർബാന മുമ്പിലായിരുന്നു കൊണ്ട് നീ പറയുക, യേശുവേ, നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇത് ചെയ്യാൻ, നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. ഈ ഒറ്റ ചോദ്യമേ യേശു ചോദിക്കുന്നുള്ളൂ. മോനെ, മോളെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത് നീയും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. ഒറ്റ ചോദ്യം, നിനക്ക് വിശ്വാസമുണ്ടോ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്? എങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ സങ്കടങ്ങളും, എൻ്റെ എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങളും നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എന്നെ ആശീർവദിക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി. ഹല്ലേലൂയ, രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.